സ്പെയിനിലെ കാർഡോബ പ്രവിശ്യയിലുണ്ടായ അതിവേഗ ട്രെയിൻ അപകടത്തിൽ 21 പേർ മരിച്ചതായി റിപ്പോർട്ട്. അഡാമോസിന് സമീപം മെഡ്രിഡിൽ നിന്ന് ഹുവേൽവയിലേക്ക് പോകുകയായിരുന്ന ട്രെയിൻ പാളം തെറ്റി എതിരെ വന്ന മറ്റൊരു ട്രെയിനുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. സ്പെയിനിൽ നിന്ന് അങ്ങേയറ്റം ദാരുണമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോർഡോബ പ്രവിശ്യയിലെ അഡാമോസിന് സമീപം രണ്ട് അതിവേഗ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ വൻ അപകടത്തിൽ 21 പേർ കൊല്ലപ്പെട്ടതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മലാഗയിൽ നിന്ന് മാഡ്രിഡിലേക്ക് ഏകദേശം 300ഓളം യാത്രക്കാരുമായി അതിവേഗത്തിൽ സഞ്ചരിക്കുകയായിരുന്ന ഇറിയോ ട്രെയിൻ പെട്ടെന്ന് പാളം തെറ്റുകയും തൊട്ടടുത്ത ട്രാക്കിലൂടെ എതിരെ വന്ന റെയിൻഫേ ട്രെയിനിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ രണ്ട് ട്രെയിനുകളുടെയും ബോഗികൾ തകരുകയും പാളത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോവുകയും ചെയ്തു. ഒരു ഭൂകമ്പം ഉണ്ടായതുപോലുള്ള അനുഭവമാണ് ഉണ്ടായതെന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട യാത്രക്കാർ ഭീതിയോടെ ഓർത്തെടുത്തു. റെയിൻഫേ ട്രെയിനിന്റെ ഡ്രൈവറും മരിച്ചവരിൽ ഉൾപ്പെടുന്നു എന്നാണ് പ്രാഥമിക വിവരം. അപകട സ്ഥലം എത്തിച്ചേരാൻ പ്രയാസമുള്ള മേഖലയായതിനാൽ രക്ഷാപ്രവർത്തനം അതീവ സങ്കീർണമാണ്. നിലവിൽ മാഡ്രിഡിനും ആൻഡലൂസിയയ്ക്കും ഇടയിലുള്ള എല്ലാ അതിവേഗ ട്രെയിൻ സർവീസുകളും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസും രാജകുടുംബവും അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്.